എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മാവ് കുഴയ്ക്കാതെയും പരത്താതെയും ഒക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചായയുടെ കൂടെ ഈ ഒരു സ്നാക്ക് എങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ ഒന്ന് കലക്കിയെടുക്കാം. വെള്ളം പലതവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ ഇതേപോലെ ഈ രീതിയിൽ മാവിനെ ഒന്ന് കലക്കിയെടുക്കാം. മാവ് കലക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ദോശ ചുടുന്നത് പോലെ തവ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒട്ടും കനവില്ലാതെ നന്നായിട്ടൊന്ന് പരത്തി ചുട്ടെടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ കല്ലിൽ നിന്ന് മാറ്റിയെടുക്കണം. ഒട്ടും മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ ഇത് നമുക്ക് റോളാക്കി എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒട്ടും മൂക്കാതെ തന്നെ പെട്ടെന്ന് തിരിച്ചു മറിച്ചു ഇട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അത് അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആ സമയമാകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ടും പെട്ടെന്ന് തന്നെ അത് ദോശക്കല്ലിൽ നിന്നും മാറ്റി കൊടുക്കണം. അപ്പോൾ കലക്കിയ മാവിൽ നിന്നും ഇതേപോലെ തന്നെ ദോശകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തതാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത ഐറ്റംസ് എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ദോശയിലേക്ക് വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്. അപ്പോൾ അവലൊന്നും ഒരുപാടൊന്നും കുതിർന്ന് പോകത്തില്ല. നല്ല ഇത്തിരി കട്ടിക്ക് തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. അപ്പോൾ ഇനി ദോശ ഓരോന്നെടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ കലക്കാൻ മാവിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വട്ടത്തിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഇതേപോലെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് ആ മാവ് തേച്ച് കൊടുത്ത ഭാഗം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. മറു സൈഡിൽ നിന്ന് ഇതേപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം ആ മാവ് തേച്ച ഭാഗം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി ഫില്ലിങ് വെച്ച ഭാഗം ഇതേപോലെ ഒന്ന് കമഴ്ത്തി മറുഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാലൻസ് ഉള്ള ദോശയുടെ ആ ഭാഗം ഇതേപോലെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റോള് റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ദോശയെല്ലാം ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ ദോശ വെച്ച് കൊടുത്ത് വട്ടം മാവിൻ്റെ കൂട്ടൊന്ന് തേച്ച് കൊടുക്കാം. പിന്നീട് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ആദ്യം ഇതേപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കാം. ഒരു ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. പിന്നീട് 2 ഭാഗവും ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് ഫില്ലിങ് വെച്ച ഭാഗം ഇതേപോലെ കമഴ്ത്തി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് ബാലൻസ് ഉള്ള ഭാഗം ഇതേപോലെ തിരിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് അതും അതേപോലെ തന്നെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ തയ്യാറാക്കിയ ദോശയിൽ നിന്നെല്ലാം നമ്മൾ സ്നാക്സ് റെഡിയാക്കി കഴിഞ്ഞു. കുറച്ച് എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതിയാകും. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ തയ്യാറാക്കിയ സ്നാക്സ് ഓരോന്ന് ഇതേപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് കളറ് മാറ്റിയെടുക്കണം. 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ആദ്യം പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നീട് ഇതേപോലെ മറു സൈഡും നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ട് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇപ്പോൾ സ്നാക്സ് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാ സ്നാക്സും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എണ്ണയ്ക്ക് പകരം നമുക്കിതിലേക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ സ്നാക്സ് ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.